തൂങ്ങിയാ എപ്പോ? കഷ്ടം. എനിക്ക് ഉറപ്പായിരുന്നു അവനീ കടുക കാണിക്കും. ഞാൻ പലവട്ടം പറഞ്ഞാണ് ഇങ്ങനത്തെ വള്ളിക്കേസിൽ പോയി തൂങ്ങല്ലേ ജോർജ് ചേട്ടാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ആ അത് പ്രളയത്തിൽ വെള്ളം കയറിയ വണ്ടിയല്ലേ, കുഴപ്പമില്ല. അവൻ പറഞ്ഞ വിലക്കൊന്നത് പോകുന്നില്ല. ശരി ജോർജ് ചേട്ടാ, ഓക്കെ. നീയേ ഈ ക്യാഷ് കൊണ്ട് ബാങ്കിലേക്ക് ഇട്ട്. ഇതേതിന്റെ? ഇതിന്റെ തന്നെ. അപ്പൊ മറ്റേ പാർട്ടി സെറ്റ് ആയില്ലേ? ഏവാടാ 5-6 മാസം 30 ചടച്ചോണ്ടിരിക്കണം. ഇതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. എടാ എല്ലാ പേപ്പറും ഇല്ലേ? ചായ എടുത്തു മാരിക്ക്. ചായ എടുക്കാനുള്ള ഡീലൊന്നും നടന്നിട്ടില്ലല്ലോ. വെറുതെ എന്തിനാണ് കാശ് കളയണ? എടാ ജോർജ് ചേട്ടൻ്റെ പുതിയ പോർഷൻ എന്ന് പറഞ്ഞിട്ടല്ലോ. പക്ഷെ എന്തിനാ എടുത്തിട്ട്? മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ ഇല്ലല്ലോ. പക്ഷെ അടുത്ത കൊല്ലം പൊളിക്കും. 2020 പറയാൻ തന്നെ ഒരു രസമുണ്ട്. 20th ഉണ്ടായിരുന്നത് ഇവ കാശിട്ടെ. ഓ ടാസ്ക്. ചേട്ടാ നോക്കിയോണ്ടിരിക്കുക. അസൽ ഡോക്ടറിന് വണ്ടി കേട്ടാ. സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഫ്രഷ് ടയർ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടാ, ബാക്കിൽ പഴയതാണേ. പിന്നെ എന്ത് നോക്കാൻ, ഫുൾ കമ്പനി സർവീസ്, ജെനുവിൻ പാർട്സും എല്ലാത്തിന്റെ ബില്ലിന്റെ അകത്തുണ്ട്. പിന്നെ ഡോക്ടറിന്റെ വണ്ടിയല്ലേ. ഡോക്ടർ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാല്ലോ സാറേ. കണ്ടാ പുള്ളിക്കാരല്ലേ കറക്റ്റായിട്ട്. ഏത് ഡോക്ടർ? നമ്മുടെ ഫൈസൽ ഡോക്ടർ. സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ ഉണ്ട്. ഞാൻ വിളിച്ചേരാൻ പുള്ളിനെ. സാർ പക്ഷേ ഓടുമ്പോഴേ പേരുള്ളൂല്ലേ? ഓ അപ്പൊ പിന്നെയും കറക്കൂലേ? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വാട്ട് മൈ പോയിന്റ് ഈസ്, 1 സെക്കൻഡ്. ഹലോ ഡോക്ടർ സാറേ, ആ സമ്പത്താണ്. സാറിന് വണ്ടി വെക്കാൻ ആള് വന്നിട്ടുണ്ട്. തിരക്കിലല്ലോ അല്ലേ? എടാ ഞാൻ ഒരു ചെറിയ ഞാൻ ഇപ്പൊ കൊടുക്കാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഡോക്ടർ സാറാ. ഹലോ ചേട്ടാ കേറി നോക്ക്. എന്റെ പേര് ബാലൻ എന്നാണ്. ഞാൻ ഉപയോഗിച്ച വണ്ടിയാ. സർവീസൊക്കെ പക്കയാണല്ലേ? ഞാൻ എന്റെ മോനെ പോലെ കൊണ്ടുവരുന്നതാ. ഇത് 2017 ആനിവേഴ്സറി എഡിഷൻ ആണല്ലോ അല്ലേ? ആനിവേഴ്സറിയാ? ആർക്ക് വണ്ടിക്കാ? അതൊന്നും പറഞ്ഞിട്ടില്ലേ? നമ്മൾ നേരിട്ടൊന്ന് സംസാരിക്കണ്ടേ? ഡോക്ടർ പറഞ്ഞ അത് വിശ്വാസം. പിന്നെ സാറേ വണ്ടി പക്കയാണല്ലോ, ബോഡിയൊക്കെ ഓക്കെയാണ്. നല്ല വൈറ്റ് പക്ക ബോഡിയല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. ഞാൻ ഒരു പ്രൊസീജിയറിന് നടക്കുകയാണ്. ഓക്കെ സാർ. എല്ലാം മിസ്റ്റർ സമ്പത്ത് നോക്കിക്കോളൂ. ഓക്കെ. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ. നീ ഇങ്ങനെ വിളിക്കുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഏതാ വണ്ടി എന്തെങ്കിലും പറ. ആൾക്കാരോടും ചോദിക്കുമ്പോൾ ഞാൻ ബബ്ബ പിടിച്ചോണ്ടിരിക്കുക. വണ്ടിയുടെ ആനിവേഴ്സറി എപ്പോഴാ, എത്ര പെറ്റു, എന്തൊക്കെയാ അവർ ചോദിക്കണത്? ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കണേ. നീ എന്റെ പേരിൽ വണ്ടി വിറ്റേ ഇപ്പൊ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി വല്ല കള്ളക്കടത്തോണ്ട്. അത് പൊളിച്ചു. എടാ നീ വണ്ടി പോയ എയർപോർട്ടിലേക്ക് വിട്ടെ, അവൻ വന്നിട്ടോ. എയർപോർട്ടാ? ആര്? നമ്മുടെ ജോയിമോൻ. എന്തിന്? ഞാൻ പറഞ്ഞില്ല അവൻ ഇന്ന് എടുത്തു. അവൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുപ്പി എടുക്കണ്ടേ? എന്തിന്? നല്ല കനഡിയൻ സ്കോച്ച് ആയിട്ടല്ലേ അവൻ വരുന്നത്. നമുക്കതൊക്കെ അടിച്ച് ജില്ലാടിക്കാം. അടിപൊളി. എടാ വലിയ പരിപാടിയാണോ? ചെറിയ പരിപാടി. അപ്പൊ നീ പൊളിക്ക്. ഞാനൊന്നുമില്ല. എന്താണ്? എടാ നാളെ രാവിലെ തൃശ്ശൂർ എനിക്ക് വേറെ വണ്ടി നോക്കാൻ പോകാനുള്ളതാണ്. പാർട്ടിക്കൊക്കെ വന്ന പരിപാടി എടുക്കൊന്നുമില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോണേ. അത് മതി. നിന്റെ വീട്ടിൽ തന്നെ പരിപാടി? എന്റെ വീട്ടിലാ? അല്ല, അവൻ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുന്ന പറഞ്ഞതാ. പിന്നെ ഞാൻ പറഞ്ഞ നിന്റെ വീട്ടിലേക്കാക്കി. ഒന്ന് പോവാടാ, അത് ശരിയാവുന്നില്ല. പിന്നെ എന്റെ വീട്ടിൽ പാർട്ടി, അതോ എന്റെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ പോണം. ഇവിടെ സാധാരണ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഒരു സൈഡിൽ അവനും ഉണ്ടാവും, പിന്നെ ഒരു കേക്ക് കട്ട് കഥം. എടാ നാളെ രാവിലെ എനിക്കും ക്ലിനിക്കിൽ പോകണം. റിസോർട്ടിൽ പോയി കിടന്നാവൊന്നും ശരിയാവൂല. നാളെ അത്യാവശ്യം ബുക്കിങ്ങൾ ദിവസം വാപ്പ പോയില്ലെങ്കിൽ സീനാക്കും. നടക്കണ കാര്യം പറ ഫൈസല, അത് നടപടിയാവുന്നില്ല. പിന്നെ എടാ അവൻ കാനഡയിൽ നിന്ന് ഡെയിലി വിളിക്കും. ഫോൺ വിളിച്ച വെക്കൂല ഈ വധൂരി. അവിടെ ഭയങ്കര ഏകാന്തതൊക്കെയാണെന്ന് പറയണത്. പിന്നെ ഡിപ്രഷന്റെ ചില സിംറ്റംസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അടിപൊളി. എടാ അതെനിക്കൊരു പേടി. നമ്മുടെ പഴയ ഫ്രണ്ട് അല്ലേ അവൻ, വന്നിട്ട് പോട്ടാ. ഫ്രണ്ടാ? എടാ അവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. എനിക്കവനെ പണ്ടേ കണ്ടെടുത്ത കണ്ടുകൂടാ. അവൻ എന്താന്ന് അവന്റെ വിചാരം? അവൻ ജനിച്ചു വിടുമ്പോ തന്നെ തൊണ്ടക്കാണ്ടിയാണ് അവൻ വായില്. നിയമണ്ട് കൂടെ മുതലാക്കിയതല്ലേ എന്ന് വെച്ച് ഞാൻ ഇപ്പോഴും സഹിക്കണവനാ. എടാ ഞാൻ ഡീസന്റ് ആയിട്ട് ഡീൽ ചെയ്തോളാം, നീ കൂടെ നിന്നാ മതി. എടാ അത് ശരിയാവൂല ഫൈസലേ, അത് എല്ലാം ശരിയായിക്കോളൂ. പ്ലീസ്, ഒറ്റ നൈറ്റത്തെ കാര്യമുള്ളൂ. പ്ലീസ് എടാ. എന്തായാലും അമ്മയുടെ കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വരും. അതൊക്കെ ഞാൻ കേട്ടോ. എന്റെ സ്കോച്ച് കടിച്ച് പൊളിക്കും ഞാൻ. ഹലോ, നിങ്ങൾ എവിടെയാ? പാർക്കിങ്ങില്ല. ഞാൻ വിചാരിച്ച എന്നെ പിക്ക് ചെയ്യാൻ നിങ്ങളോട് വന്നിട്ടുണ്ടാവില്ല. വരാം. നാളെ പോകണ്ട് തൃശ്ശൂര്.
എടാ, ഇതാന്ന്. അത് നമ്മുടെ ജോയിമാനല്ലേ? ഞാൻ വിളിക്കാട്ടോ. എന്തൊക്കെടാ ഒരു മാറ്റിലോട്ടോ അവന്. നീ ചുമ്മാ വന്നിറങ്ങിയപ്പോ തന്നെ ഡാർക്കാക്കല്ലേ? അയ്യേ. നിനക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. ഓ ജോയ്മാനെ, ഡോക്ടർ ഫൈസൽ. ആ അതന്നെ അതന്നെ. എന്റെ പൈസ വന്നേ, ഞാൻ എന്റെ കുട്ടനെ ഒന്ന് കാണട്ടെ. എത്ര കാലം നിന്നെ കണ്ടിട്ട് നിനക്കൊരു മാറ്റമില്ല. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആവുന്നില്ല. ബെൽറ്റ് ഒക്കെ ഇട്ട് നെഞ്ചില് രോമൊക്കെ വന്ന്. ഡോക്ടറാ ഇത്? അതന്നെ അതന്നെ. ഓർമ്മയുണ്ടോ എന്റെ? ചെറുതായിട്ടൊക്കെ. ഇതിലായിരിക്കുമല്ലേ? ചെറുതായിട്ട് മതി മതി. നല്ല ടാക്സി ഫീൽ ഉണ്ടല്ലോ. സമ്പത്തെ, നിനക്കിപ്പോ എന്താ പരിപാടി? കൊറേ പരിപാടി ഉണ്ടാ. പ്രീമിയം കാർ സെല്ലിംഗ്, പ്രോപ്പർട്ടി സെല്ലിംഗ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. മറിച്ചടി. പണ്ട് 500 രൂപയുടെ MP3 പിള്ളേർ എനിക്ക് 5000 രൂപയ്ക്ക് വിറ്റ മുതലല്ലേ നീ. നീ ആ ഫീൽഡിൽ തന്നെ പച്ച പഠിച്ചല്ലോ. ഐ എം പ്രൗഡ് ഓഫ് യു. കേക്ക്. അതെ. ഫോൺ. ആ, ഞങ്ങളിതാ പുറത്തോട്ട് വരുന്നു. ഇതാ വന്നോണ്ടിരിക്കുക. അതാ കേറി, വണ്ടി കേറി. ആ വെയിറ്റ് ചെയ്തു. ഇതാ വരുന്നു. ആരാടാ? ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്. ഒന്നും നോക്കണ്ട. സർപ്രൈസ്? പിന്നല്ല, ഞെട്ടിക്കും നമ്മൾ. അടിപൊളി. ചോദിച്ചോടാ, അവ ഇങ്ങനെ വരുവാ. കളർ ഡ്രസ് ഒരു മഴവിലാണ്. മഴവില് ആകാശത്തിലെ താഴത്ത്. വണ്ടി വന്നേക്കണടാ. നീ വെടി വെക്കടാ. ചോദിച്ചേട്ടാ, ദൈവമേ, ഇവനാ? ഇവനേതാണ്? ഇവൻ തേവരയിലെ ഐറ്റം കൊടുക്കണ വെച്ചാൽ അവന് കൊടുക്കത്ത ഇത് സാധനം കൊടുക്കടാ. എന്താണ് പിന്നെ കൊച്ചൊക്കെ കണ്ട ഫുൾ പവറാണ്. പറന്നാണ് പോണ ഫ്രണ്ട്സ് ആന്ന് തോന്നുന്നുണ്ടാ. പണിയാകരുത് മതി. പൊളി സാധനം. മിലിറ്ററിക്കാരനും കാണണ്ട, കൊത്തിക്കൊണ്ട് പോവും. ഇതെന്താ കനല? കനലെങ്കിലും കട്ടേക്കേടെ എല്ലാം ഇത് കൊണ്ടല്ലോ. ഓടേടാ ഇങ്ങോട്ടേക്കാണല്ലോ. വണ്ടിയിലേക്ക്. ബർത്ത്ഡേ ആണ്, വരണം. ഇതെന്താണ്? പോസ്റ്റ് അല്ലെങ്കിൽ നമ്പർ കാത്തിരിക്കും പോയിട്ടോ. ബർത്ത്ഡേ ആണ്. ഓക്കെ നോക്കാ. അതെ, ആ, നിനക്കെങ്ങനെയാണ് പരിചയം? ഞങ്ങൾ FB-ല് തിക്ക് ഫ്രണ്ട്സാ. ഞാൻ എന്ത് ഫോട്ടോ ഇട്ടാലും അവൻ കമന്റ് ഇടും. നല്ല സ്നേഹമുള്ള പയ്യനാ. അത് എങ്ങനെ സ്നേഹിക്കണ്ട, കൊറേക്കെ ഭാഗത്തെടുക്കേണ്ട ഒരു കൂട്ടാ. ജോയ്മനെ, പെട്ടിയിലെന്താടാ? നമുക്കുള്ള കുപ്പി. അപ്പൊ എനിക്ക് കാനഡ ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ നാട്ടിലെ സാധനം അടിക്കാനല്ലേ വന്നത്. സ്ക്വാച്ച്. തേച്ച്